ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. നിങ്ങൾ തിരുവചനം ധ്യാനിക്കുന്നുണ്ട്, കൂടെയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ സങ്കീർത്തനങ്ങൾ 1, 2, ലേവ്യ പുസ്തകം 3, 4, അതുപോലെ 2 കൊരിന്ത്യർ 9, 10, യോഹന്നാൻ സുവിശേഷം 3, 4 ക്രമീതമായി വായിക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, കരുതുകയാണ്. തിരുവചനം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണമേ, ഇടപെടുവാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപ ഞാൻ ജീവിതത്തിൽ വെളിപ്പെടണം. യേശു നാം തന്നെ ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നാം യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ യേശുവിനെ സ്നാനം കഴിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന പ്രവാചകനായിട്ടാണ് യോഹന്നാൻ വരുന്നത്. സ്തോത്രം. ദൈവത്തിലുള്ള സ്നേഹത്തിൻ്റെ ആഴം പൂർണ്ണമായി കാണുവാൻ കഴിയുന്നത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. കാരണം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്വർഗീയ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ച മാനവരാശിക്ക് വേണ്ടി താൻ പിതാവ് സ്വർഗീയ മകൻ, അതായത് ദൈവപുത്രൻ ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യരൂപമെടുത്ത്, കാരണം മനുഷ്യനായി ജീവിച്ച് മനുഷ്യനായി നമ്മളിടയിലേക്ക് വന്ന് നമ്മളിൽ ഒരുവനായി അവൻ തീരുകയാണ് ചെയ്തത്. മാത്രമല്ല നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുവാനിടയായിത്തീരുന്നു. കാരണം ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, കാരണം ഏകജാതനിൽ പാപം സംഭവിച്ചപ്പോൾ, അല്ല ആദാമിൽ പാപം സംഭവിച്ചപ്പോൾ ആ ജനത്തെ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ മറ്റു പ്രതിവിധി ഒന്നും ദൈവത്തിന് മുമ്പിൽ കണ്ടില്ല. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ ഏദനിൽ സംഭവിച്ച ആദാമിൽ കൂടി തന്ന പാപത്തിൻ്റെ ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മെ ആ പാപത്തിൻ്റെ ശാപത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനല്ലാതെ വേറെ മറ്റൊരു വഴിയും സ്വർഗത്തിലെ പിതാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ക്രൂശീകരണത്തിൽ കൂടി നമ്മളെ സ്വന്തം രക്തം നൽകി നമ്മളെ വീണ്ടെടുക്കുവാനിടയായിത്തീർന്നത്. ആ ക്രൂശിലെ സ്നേഹം കൊണ്ടാണ് നാം ഹല്ലേലൂയ പാപത്തിൻ്റെതായ തിക്തമായ മരണത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് നമ്മെ ദൈവം വീണ്ടെടുക്കുവാനിടയായിത്തീർന്നത്. പാമ്പിൻ്റെ തലയെ തകർത്തുകൊണ്ട് സാത്താന്യ ശക്തിയുടെ സകല അടിമത്തത്തിനും അടിയറ വെച്ചുകൊണ്ടാണ് ക്രൂശിലെ മരണത്തിൽ കൂടി നമുക്ക് സ്വർഗം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി നൽകിയത്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടി നമുക്ക് കാണുന്ന ദൈവത്തിലുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം. ആ സ്വന്തം പുത്രനെ ദൈവം നമുക്ക് വേണ്ടി നൽകി നമ്മെ വീണ്ടെടുത്ത്, സ്വന്തം രക്തം നൽകി നമ്മളെ വീണ്ടെടുത്ത ആ ദൈവ സ്നേഹത്തെക്കുറിച്ച്, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ആ മകനെക്കുറിച്ചാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വതം തൻ്റെ ഏകജാതന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, നാം യേശുവിൽ വിശ്വസിച്ചാൽ, ആ പിതാവിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാനിടയായി തീരും. സ്വതം നശിച്ചു പോകുന്ന ജീവനല്ല മക്കളെ, നിത്യജീവൻ. സ്വതം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിപ്പാനിടയായത് സ്വന്തം പുത്രനെ ആകിയാൽ പ്രിയ ദൈവമക്കളെ, എൻ്റെ വചനം കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, മാതാവേ, പിതാവേ, കർത്താവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ, ദൈവത്തിൽ നാം വിശ്വസിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്നുള്ള നന്മ നാം പ്രാപിക്കേണ്ടേക്കാം. കാരണം യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്ഥാനമേറ്റ് 35 വയസ്സിൽ കർത്താവിന് വേണ്ടി നിന്ന് ഹല്ലേലൂയ തൻ്റെ നല്ല യൗവനം, 33 വയസ്സെന്ന് പറഞ്ഞാൽ യൗവനം, നല്ലൊരു യൗവനം. ആ യൗവനക്കാരനെയാണ് ക്രൂശിൽ അറക്കപ്പെട്ടത്. സ്വന്തം മാതാവ് നോക്കി നിൽക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ.
മാതാവായി നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഇല്ല. സ്തോത്രം. ആ മാതാവിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നുപോയി എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ സ്വന്തം ഏകജാതനായ പുത്രനെ നൽകി നമ്മൾ വീണ്ടെടുത്തു. സ്തോത്രം. ആ സ്നേഹത്തിലേക്ക് ആ പുത്രൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ എന്നും നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. സ്തോത്രം. ദൈവത്തോട് കൂടെ വസിക്കുവാൻ, വസിക്കാൻ കൂടെ ജീവിക്കുവാനുള്ള ഒരു അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ആകയാൽ സ്തോത്രം, കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ ജീവിപ്പാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ മുറുകെ പറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ പരസ്പരം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.